നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ്, പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജൻ, മീത്ര ഹോസ്പിറ്റൽ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വൈ പീഡിയാട്രിക് ഓർത്തോപെഡിക്സ്. പീഡിയാട്രിക് ഓർത്തോപെഡിക്സിന് മെയിൻ കാരണം കുട്ടികൾ ചെറിയ മനുഷ്യരല്ല, അവർ വേറെ തന്നെ അവരുടേതായ ഇൻഡിവിജ്വലുള്ള ആൾക്കാരാണ്. അവരുടെ എല്ലും അവരുടെ പേശികളും അവരുടെ നെർവ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. അതാണ് പ്രധാന കാരണം വൈ പീഡിയാട്രിക് ഓർത്തോപെഡിക്സ്. പിന്നീട് കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന കോമൺ പ്രോബ്ലംസിനെ വെച്ച് തുടങ്ങാം. അങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്ക് താഴേന്ന് മുകളിലേക്ക് പോവാം. ഫുഡ് ഡിഫോമിറ്റീസ്. പീഡിയാട്രിക് ഫുഡ് ഡിഫോമിറ്റീസ് വളരെ കോമൺ ആണ്. അതിൻ്റെ മേജർ ഷെയർ ഹോൾഡർ ക്ലബ് ഫുഡാണ്. ഈ ക്ലബ് ഫുഡ് ഡിഫോമിറ്റീസ് ഒരുവിധം എല്ലാ കുട്ടികളിലും കണ്ടുവരുന്നതാണ്. അതിന് ഉതകുന്നതായ ചികിത്സാ രീതി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് പലതരം ക്ലബ് ഫുഡുകളുണ്ട്. എല്ലാത്തിനും ഒരേപോലെ അല്ല ചികിത്സ. പിന്നീട് വരുന്ന പീഡിയാട്രിക് ഫുഡ് പ്രോബ്ലമാണ് വെർട്ടിക്കൽ ടാലസ്. അത് റിലേറ്റീവ്ലി റെയർ ആണ്, എന്നിരുന്നാലും അതിലും ചികിത്സ വളരെ വ്യത്യസ്തമാണ്. പിന്നെ ഫ്ലാറ്റ് ഫുഡ്, എല്ലാവർക്കുമുള്ള സംശയമാണ് ഫ്ലാറ്റ് ഫുഡ്. ഈ ഫ്ലാറ്റ് ഫുഡ്, അതിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാറ്റ് ഫുഡ്, ചികിത്സ വേണ്ടതും വേണ്ടാത്തതും ഉള്ള ഫ്ലാറ്റ് ഫുഡ് ഡിഫോമിറ്റീസ് ഉണ്ട്. ഇതൊരു പീഡിയാട്രിക് ഓർത്തോപെഡീഷ്യനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ, കാരണം നമ്മളതിൽ ട്രെയിൻഡ് ആയതുകൊണ്ട്. പിന്നീട് വരുന്ന ഫുഡ് ഡിഫോമിറ്റീസ് ആണ് ചില കുട്ടികളിൽ ചില വിരലുകൾ മിസ്സിങ് ആയിരിക്കും, ആബ്സെൻറ്റ് റേസ്. അത് ഫിബുല ഹെമിമീലിയ, ടിബിയ ഹെമിമീലിയ പോലുള്ള വൈകല്യങ്ങൾ കൊണ്ടുവരുന്ന കണ്ടീഷൻസാണ്. അതും സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. പിന്നീട് നമ്മൾ ഫൂട്ട് മാറി മുകളിലേക്ക് നീയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള പ്രോബ്ലമാണ് എൻ്റെ കുട്ടിയുടെ മുട്ടിന് വളവുണ്ടോ എന്നുള്ള കാര്യം. ആ മുട്ടിൻ്റെ വളവ് ഏത് പ്രായത്തിൽ എപ്പോഴാണ് എബ്നോർമലായിട്ട് വിളിക്കേണ്ടത്? അതായത് ഒരു 1.5 വയസ്സുള്ള കുട്ടിയുടെ മുട്ടിലെ വളവ് കണ്ടു കഴിഞ്ഞാൽ അത് എബ്നോർമലാണോ നോർമലാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു പീഡിയാട്രിക് ഓർത്തോപെഡിഷ്യൻ തന്നെ വേണം. അതിൽ തന്നെ ബ്ലൗൺസ് ഡിസീസ്, റിക്കറ്റ്സ്, മെറ്റബോളിക് അബ്നോർമാലിറ്റീസ്, ജനിതകമായിട്ട് വരുന്ന പ്രോബ്ലംസ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനുതകുന്ന രീതിയിലുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ്. പിന്നീട് വരുന്ന മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഹിപ്പ് കണ്ടീഷൻസ് വരുമ്പോൾ ഒരുപാട് ഹിപ്പ് കണ്ടീഷൻസ്. കോമൺ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിസ്പ്ലേസിയ ഓഫ് ദ ഹിപ്പ്. ഒരു ജനിച്ചു വീഴുന്ന കുട്ടിയുടെ ബ്രീച്ച് പ്രസൻറ്റേഷനാണ് വരുന്നത്, തലയല്ല കീഴ്ഭാഗമാണ് വരുന്നുണ്ടെങ്കിൽ അന്നു മുതൽ അവൻ ഒരു സ്ക്രീനിങ്ങിന് വിധേയനാവേണ്ടതാണ്. ആ കുട്ടി സ്ക്രീനിങ് വിധേയനാവേണ്ടതാണ്. അവരിൽ ഡെവലപ്മെൻറ്റൽ ഡിസ്പ്ലേസിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള കുട്ടികളെ പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ, അവരിൽ ആ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് കുട്ടികളിൽ വരുന്ന പ്രോബ്ലംസാണ്, ഹിപ്പ് കണ്ടീഷൻസാണ് പെർത്തീസ് ഡിസീസ്. ഒരു 4 മുതൽ 10 വരെയുള്ള വയസ്സ് വരെയുള്ള കുട്ടികളിൽ വരാവുന്ന പ്രോബ്ലമാണ് പെർത്തീസ് ഡിസീസ്. ഇടുപ്പല്ലിൻ്റെ തലഭാഗത്തെ രക്തയോട്ടം കുറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫീമറൽ എപ്പിഫൈസിസ്. പിന്നീട് ഇടുപ്പിനെ ബാധിക്കുന്ന പല അസുഖങ്ങളുമുണ്ട്. ഹീമോഫിലിക് ആർത്രോപ്പതി, സിക്കിൾ സെൽ അനീമിയ, എല്ലാത്തിനും ചികിത്സ ഇന്ന് ലഭ്യമാണ്. പിന്നീട് ഇതല്ലാതെ ജനിതകമായിട്ട് വരുന്ന പ്രോബ്ലംസ്, ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ്, എല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖങ്ങൾ, ആർത്രോഗ്രൈപ്പോട്ടിക് കണ്ടീഷൻസ്, മസിലും മാംസവും പേശിയും ടൈറ്റായിട്ട് അതുകൊണ്ട് വരുന്ന ഹിപ്പിലും നീയിലും ഫൂട്ടിലും വരുന്ന ഡിഫോമിറ്റീസ്, സ്പൈനൽ കോഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന മൈലോമെനിഞ്ചസോൾ കൊണ്ടുവരുന്ന പ്രോബ്ലംസ്. ഇതല്ലാതെ റെയർ ഡിസോർഡേഴ്സ്, സ്കെൽറ്റൽ ഡിസ്പ്ലേസിയസ്, ഹൈറ്റ് കുറഞ്ഞു പോകുന്ന കുട്ടികൾ, അക്കോൺഡ്രോപ്ലേസിക് ചൈൽഡ്സ്, സ്റ്റോറേജ് ഡിസോർഡേഴ്സ്, അങ്ങനെ പല തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ കുട്ടികളുടെ കഴുത്ത് പോകുന്ന ടോർട്ടിക്കോളിസ്, കഴുത്ത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ പീഡിയാട്രിക് ഓർത്തോപെഡിക്സിൻ്റെ സ്കോപ്പ് വളരെ വിപുലമാണ്, വളരെ റെലവൻ്റുമാണ്. അപ്പം ഒരു കുട്ടി പോലും ഒരു ചികിത്സ കിട്ടാത്തത് കൊണ്ട്, ഒരു വൈകല്യം കൊണ്ട് കമ്മ്യൂണിറ്റിയിൽ നടക്കേണ്ട ആവശ്യം വരുന്നില്ല ഇന്ന്. ഈ പറഞ്ഞ എല്ലാവിധ കണ്ടീഷൻസും എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുട്ടികളിൽ ഏതാവിധ പ്രോബ്ലംസ് കാണുകയാണെങ്കിൽ ഒരു പീഡിയാട്രിക് ഓർത്തോപെഡീഷ്യൻ്റെ സഹായം
ഉപയോഗിക്കേണ്ടതാണ്.